നമസ്കാരം. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന്, അതായത് റുവിന്ന് ഏകദേശം ഒരു 90 കിലോമീറ്റർ മാറിയിട്ട് ബർക്കയിലുള്ള അൽ നൊമാൻ സൂലാണ് കേട്ടോ. അൽ നൊമാൻ സൂവിനെ ബർക്ക സൂ എന്നും പറയും. അപ്പോൾ ഇന്നത്തെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ സൂ പിള്ളേരെയൊക്കെ ഒന്ന് കാണിക്കുക, പിന്നെ നിങ്ങളെയും കാണിക്കുക എന്നുള്ളതാണ്. ഇന്നൊരു വീക്ക് ഡേ ആണ്, അതുകൊണ്ട് വലിയ കാര്യമായിട്ട് തിരക്കൊന്നുമില്ല. എന്തായാലും നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പം ഇതാണ് നമ്മുടെ സൂവിൻ്റെ ഒരു മുൻവശം. കണ്ടോ, ഇവിടെ ഒരു ചെറിയ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. തിരക്കുള്ള സമയമാണെങ്കിൽ ഇതാ നിങ്ങൾക്ക് ആ ഭാഗത്തൊക്കെ പാർക്ക് ചെയ്യാം. 2 to 15 വയസ്സുള്ള ആൾക്കാർക്ക് 2 റിയാലും 15 വയസ്സിന് മുകളിലുള്ളവർക്ക് 2.5 റിയാലും ആണ് കേട്ടോ അവിടുത്തെ എൻട്രി ഫീസ് വരുന്നത്. ആരും തൊടില്ല സിയ, താൻ തൊടാതിരുന്നാ മതി. ഉള്ളിൽ കിടക്ക്, താൻ ടിക്കറ്റ് എടുക്കട്ടെ. ഓ, ഘനഗംഭീരനൊരു പാമ്പ്. ഇത് പൈത്തണാണ്, കാർപ്പറ്റ് പൈത്തൺ. പാമ്പ് ഫുൾ ആക്റ്റീവാണ്. വരില്ല വരില്ല, പേടിക്കണ്ട. താൻ കേറി വാടിയണ്ടത്തേക്ക് ന്യൂഞ്ഞ്. ആരെ താനീ പേടിക്കണ്? അതിന്റെ അടിയിലൊക്കെ പല ടൈപ്പ് പാമ്പുകൾ കിടക്കണ്ട കേട്ടോ. ഇത് മാത്രമാണ് ആക്റ്റീവ് ആയിട്ടുള്ളൂ. എന്താ ചേ, അത് ബേബീസ് അല്ല, അത് വേറെ ടൈപ്പ് പാമ്പാ. ഇതെവിടെ ഒക്കെ ഉണ്ട്, അതിന്റെ ഉള്ളിലൊക്കെ നോക്കൂ. ആ, കൊറേ സ്മെല്ലുണ്ട്, ബാഡ് സ്മെല്ലാ. അതെനിക്ക് ഇഷ്ടായില്ല. എന്തിനാ ഈ റാറ്റ്സിനൊക്കെ ഇവിടെ വെച്ചിരിക്കണ സിയ? അത് സ്നേക്കിനെ തിന്നാൻ കൊടുക്കാനാണോ? റാറ്റിന്? കണ്ടില്ലേ, എലി വെള്ളം കുടിക്കാണ്ടില്ലേ? ടെക്നോളജി പരമായിട്ടാട്ടാ കെട്ടി തൂക്കിയ വെള്ള ബോട്ടിൽ നിന്നൊക്കെയാണ് എലി വെള്ളം കുടിക്കണത്. അതെ, സെയിം പിക്ചറിലെ സ്നേക്ക് ആണിത്. കണ്ടില്ലേ, താൻ നീങ്ങിക്കൊണ്ടിരിക്കണോ? കണ്ടോ താൻ? ഇതിന്റെ വാക്ക് വേ ഒക്കെ കണ്ടില്ലേ? കൊറേ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് അടിപൊളിയായി സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ക്ലീൻ ആണ് സംഭവം. ഇതാ വരുന്ന അച്ഛേ, ഓസ്ട്രിച്ച്. ഏതമ്മ ഏതാ അച്ഛൻ? ഓക്കെ, എങ്ങനെയാ എനിക്ക് മനസ്സിലായി? ഐലാഷസോ? ഇത് വേറെ ടൈപ്പ് ഓസ്ട്രിച്ച് ആണ്. നമ്മൾ ഈ കണ്ടത് ആഫ്രിക്കൻ ഓസ്ട്രിച്ച് ആണ്. ഈ കണ്ട എന്താ, ഇതെന്താ എമു ഓസ്ട്രിച്ചാ? ഇത് എമു ഓസ്ട്രിച്ച് ആണ്. ഇതിന് കുറച്ച് വലിപ്പം കുറവാണോ അതോ ഇത് ഇത്ര ഉള്ളോന്നറിയില്ല, കുട്ടികളാണോന്നറിയില്ല. ഈ ആഫ്രിക്കൻ ഓസ്ട്രിച്ചിന്റെ മീറ്റ് ആണ് കേട്ടോ ഏറ്റവും വില കൂടിയ മീറ്റ്, പോൾട്രി മീറ്റ്. ടെർട്ടിലുണ്ടോ? ടെർട്ടിലിന് എനക്കൊന്നുമില്ലല്ലോ. ആ ശരിയാ, ഒരു ടെർട്ടിൽ അനങ്ങുണ്ട്. മറ്റേത് അനങ്ങുണ്ട്. പിന്നെ കുറച്ച് ആടുകളും കിടക്കുന്നുണ്ട്, കറുത്ത ആടും ബ്രൗൺ ആടുകളും കിടക്കുന്നുണ്ട്. പിന്നെ താറാവിന്റെ സൗണ്ട് കേൾക്കാലോ, താറാവ് അപ്പുറത്തുണ്ട്. ബാക്ക് 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 ബാക്ക്. ഇവിടെ ഡക്ക് മാത്രല്ല കേട്ടോ, ഡക്ക് ഉണ്ട്, ടർക്കി ഉണ്ട്, പിന്നെന്താ നാടൻ കോഴിയുണ്ട്, എല്ലാവിധ സംഭവങ്ങളും ഉണ്ട്. ആ അതെ, പിജിയൻ എവിടെയെങ്കിലും പറന്നു വന്നതാ വച്ചുവേ. ഈ കൂടുകളിലൊക്കെ ഓരോ സംഭവങ്ങളുണ്ട് കേട്ടാ, ഓരോ മൂലക്കിൽ ഇങ്ങനെ ഇരിക്കാന്ന് മാത്രം. കാട്ടുപൂച്ച, എനിമൽ പൂച്ചയുടെ പോലെ മുഖം വേറെ പോലെ. മുതലയ്ക്ക് ഒരനക്കമില്ലല്ലോ, മുതല തിന്നുറങ്ങാട്ടാ, ഒരനക്കമില്ല. എന്താ? ആ, അതവിടെ വളിച്ചെറിയിരിക്കണ്ട ഒരെണ്ണം. എല്ലാം വെളിച്ചു നോക്കി ഇരിക്കട്ടോ അവിടെ പുറത്തേക്ക്. കാക്ക വരണ്ട കേട്ടാ, ഒരു വലിയൊരു കാക്ക വരെ ഉള്ളിലിരിക്കണ്ട്. ആരെ? ഈഗിളോ? അതെ, ഈഗിളാണ്, ഈഗിളാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഈഗിളാണത്. ഗോട്ടിന്റെ അടുത്തേക്ക് ആയി ഓർത്തോ, ഒന്നും ചെയ്യില്ല. ഹെസിനെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയാണ് ഗോട്ടിന്. ഇവിടെ ആടുണ്ട്, ടെർട്ടിലുണ്ട്. ഓ, ഭീകരൻ ടെർട്ടിലാണല്ലോ. അല്ല, വലിയ ടെർട്ടിലാണ്.
ഒരു ചെറിയ റാബിറ്റാണ് ഒരു വൈറ്റ് റാബിറ്റ്. ഈ കുഴി എന്തിനാണോ ആ മുട്ടയിടാനാവോ? അല്ല റാബിറ്റിന്റെ വീട്. വീടാ. റാബിറ്റിന്റെ വീട്, ആമയ്ക്ക് മുട്ടടാൻ, അതിനൊക്കെയാണ് ഈ കുഴികള്. ഇതെന്താ സംഭവം? എന്തോ ഒരു കോഴിയാണ്, പക്ഷെ കാട്ടുകോഴിയാണോ എന്ന് എനിക്കറിയില്ല. അത് കാട്ടുകോഴിയാന്ന് തോന്നുന്നുണ്ട്. രണ്ടും തന്നെ ആവില്ലേ? അത് കോഴികളുടെ ബേഡ്സിന്റെ ഒക്കെ ഏരിയ. കോഴിയാണ് കംപ്ലീറ്റ് ഇവിടെ കേട്ടാ. നാടൻ, ബ്രോയിലർ, ലഗൂണ്. ഇതാ അവിടെ എന്താ വെച്ചേ? ആ എക്കോ ബ്ലൂ പാരറ്റ്. എവിടെ മങ്കി? ഓഹോ, അച്ഛനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലോ. എന്തിനാ സാഡാ ഇരിക്കണെന്ന് ചോദിച്ചോക്കിയേ. അച്ഛൻ മങ്ങീനെ വിളിക്കാം. ആരും ഇല്ലാത്തവരനാണോ? ആ സംസാരിക്കുന്നു. ആ ഹായ് ഹായ് മങ്കി, ഹൗ ആർ യു? നമ്മുടെ നാട്ടിലെ കുരങ്ങന്റെ ഒരു ഷേപ്പ് ഇല്ല അല്ലേ? ഹായ് മങ്കി. എന്താ ഈ സാധനം? സിംഹവാലം മേനോനല്ല, സിംഹവാലം കുരങ്ങാണ്. റാസ്കൽ. എന്താ സിനിമയുണ്ട്. സിനിമയല്ലേ ഉള്ളോ? അല്ല, മങ്കി ഡ്രസ് ഇട്ടുണ്ടല്ലോ. ഗ്രാൻഡ്മയാ? ആരുടെ ഗ്രാൻഡ്മയാ അത്? മങ്കിയുടെ ഗ്രാൻഡ്മയാ? അതല്ല, ഒരു ഫാമിലി വെച്ചേ സെപ്പറേറ്റ് ആയിട്ടിരിക്കവരെ. ബ്ലൂ കളറും വൈറ്റ് കളറും എല്ലാം ഉണ്ടോ? ഇവിടെ വെള്ള കളറുള്ളത് നമ്മുടെ സാധാ പീക്കോക്ക്, എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടാ. ആ പീക്കോക്കിന് ക്രൗണും ഉണ്ട്, കണ്ടില്ലേ? നമ്മുടെ പറമ്പിൽ കൂടെ വെറുതെ നടക്കണതാ. ഓ ദാ ഒരു ബ്രൗൺ കളർ പീക്കോക്ക്. ആ സ്മോൾ റാബിറ്റ്. അച്ഛനൊക്കെ അതിശയാട്ടാ. അച്ഛൻ ആദ്യമായിട്ടല്ലേ ഇത്രയും മൃഗങ്ങളെ ഒരുമിച്ച് കാണണ അല്ലേ? ആ നാട്ടിലും സൂല് പോയിട്ടില്ല. അച്ഛൻ ആദ്യമായിട്ടാണ് ഒരു സൂലിക്ക് വരണത്. അതിന്റെ അതിശയൊക്കെ കുട്ടിക്കുണ്ട്. ഇതൊക്കെ പട്ടികളുടെ ഏരിയ കേട്ടാ, കണ്ടില്ലേ? കൊറേ പട്ടികൾ കിടക്കുന്നുണ്ട്. എന്താ എന്റെ പേര്? ഏതിന്റെ മുകളില്? ട്രീയുടെ മുകളിൽ ഇതാ ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാണ്. ലെസിയുടെ ഫേവറേറ്റ് സാധനം വന്നല്ലേ സിയ? അതിനെ തൊടാൻ പോവാ. അത് തിരിഞ്ഞൊരു കടിയും കടിക്കേ. പേർഷ്യൻ ക്യാറ്റ്സ് അല്ലേ താൻ വാങ്ങണം എന്ന് പറയണ്ടായിരുന്നു. പക്ഷെ ഇത് പേർഷ്യൻ അല്ല. ആ കിറ്റൺ ഉണ്ടോ? എവിടെ കിറ്റൺ? ആ കിറ്റൺ അതിന്റെ ഉള്ളിലുണ്ടല്ലേ. അത് കിറ്റൺ അല്ല, അത് വലുതത്. ഇതാണ് പേർഷ്യൻ ക്യാറ്റാന്ന് തോന്നുന്നത്. അവിടെ കൊറേ പേർഷ്യൻ ക്യാറ്റുകൾ കിടക്കുന്നുണ്ട്. കുട്ടിയിലുണ്ടായിട്ടാടി കൈ വയ്ക്കണേ. അത് കടിച്ച് കയ്യാണ്ട് എടുക്കും. എന്ത് ഡോഗ്? അതെന്താ? ഷിറ്റ്സു ഡോഗ്. ആ അതാ കാട്ടുപൂച്ചാന്ന് തോന്നുന്നു കണ്ടിട്ട്. മുഖം പൂച്ചയുടെ പോലെ. ഡെവിളിയേഴ്സ്. ഇതാണ് കാട്ടുപൂച്ച തന്നെയാണോ അത്? ഓയ് ആ പൂച്ചയുടെ മുഖാണ്. ഒരു കട്ടൊക്കെ ഉണ്ട് പൂച്ചയുടെ. ആ ഞൂഞ്ഞിയെ കൂട് തുറന്നാരോ പുറത്തു പോയിണ്ട്. കണ്ടില്ലേ? കൂട് തുറന്നിട്ടാ. ഡേഞ്ചർ. അച്ചു ഇതാ കൂട് തുറന്നിരിക്കണ. അച്ചുവേ നോക്കിയേ, ഓടിക്കോടിക്കത് വരുന്നു. ഇതിന്റെ ഉള്ളിൽ തന്നെ കോഫി ഷോപ്പുകള്, കഫറ്റീരിയകള് കംപ്ലീറ്റ് ഉണ്ട് കേട്ടാ. അത് കാരണം ഒന്ന് ക്ഷീണിച്ചാലും ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് കുറിക്കാൻ വാങ്ങിക്കാം. പിന്നെ എവിടെ പോയാലും അവിടുത്തെ ബാത്റൂമിന്റെ സൗന്ദര്യം നോക്കണം. എന്താ ആ ശൂശു വെച്ചാ മതി. എല്ലായിടത്തും പോയാലും എനിക്ക് കയറണ്ടേ ബാത്റൂമിലേക്ക്? കേറിക്കോളോ. ഇതാ എല്ലാവരും ഫോണൊക്കെ മേടിച്ചു വന്ന് ഈ ഗസീബോർഡ് അടിയിലിരുന്ന് ഫോൺ ആസ്വദിക്കണ്ട കേട്ടാ. എന്താ സാധനം? ടൈഗറാണ് അതിന്റെ ഉള്ളത്. ടൈഗറിന്റെ കൂട് മാത്രാണോ? ആ അതായിരിക്കണ മുകളില്. യമകണ്ഠൻ സാധനാണല്ലോ. 2 ഉണ്ട് കേട്ടാ. മെയിൽ ബേബിയുടെ പേര് ഗ്രാൻഡ്, ഫീമെയിൽ ബേബിയുടെ പേര് ഗ്രോക്ക്. ഒന്ന് അമ്മ അച്ഛനും. അമ്മ അച്ഛനും. അതാ താനെ ഉള്ളിലേക്ക് നോക്ക്. ഉള്ളിൽ അതിനെ കാണാണ്ട്. ഒരെണ്ണല്ലോ, ഒന്നും കാണാല്ല അല്ലേ? ഇത്ര ദൂരത്തായിരുന്നൊന്നും കാണാല്ല. വേറെ ഉണ്ടോ? ആ അതാ വേറെ. അത് നടക്കണ്ടല്ലോ അച്ഛേ. ഓ അയ്യോ
അതൊരു ഭയങ്കര ടൈഗറാട്ടാ. ആ ആ ആ കോട്ടുവായി ഇടുന്നതാണ്. ഏ കോട്ടുവായി ഇടുന്നതാണ്. ഹലോ, ഇങ്ങോട്ട് ഒരാൾ കിടക്കുന്ന നോക്കി. എവിടെ? ആ, രണ്ടെണ്ണം ഉണ്ട് അവിടെ. കാറ്റൊക്കെ കൊണ്ട് രണ്ട് ഭീകരം പുലികളാട്ടാ. രണ്ട് 4 എണ്ണം. അടിപൊളി. നെയിം ഓഫ് ദ ഫീമെയിൽ ടൈഗർ. ഇതിന്റെ പേരൊന്ന് ലൂണ എന്നും ഒന്ന് പപ്പലു എന്നാണ്. പപ്പലു. നെക്സ്റ്റ് എന്താ? ലയണത്. ഓ, നെയിം ഓഫ് അയൺ അലക്സ്. അലക്സ് ഇതാ എഴുതി വെച്ചിരിക്കണ. ആ, രണ്ടെണ്ണം ഉണ്ട് കേട്ടാ. ലയണസ് ലിനയും ലയൺ അലക്സും. ദാ ഒരെണ്ണം ഇവിടെ കിടന്ന് ഉറങ്ങണു. ഇത് ബോയാണ്. ഇതാണ് അലക്സ്. മറ്റേതാണ് ലിന. ലിന അവിടെ കിടന്ന് ഉറങ്ങണ്ടത്. ക്യാമറയില് ക്ലിയർ ആണോന്ന് അറിയില്ല. എന്താ ചേ? ആ, ലിന കേളാണ്. ലയൺ സറാബിയ. ഓ, ലയണസ് സറാബി. ഇതിന്റെ പേരാട്ടോ സറാബി. അപ്പം 3. എത്ര ലയൺ ഉണ്ട് അപ്പൊ മൊത്തം? 3 ലയൺ ഉണ്ട് കേട്ടോ മൊത്തം അവിടെ. 3 ലയണും 4 ടൈഗറും അല്ലേ? ആ, അങ്ങനെയൊന്നുമില്ല. മുഫാസയാണോ? ആ, അതൊറ്റയ്ക്കല്ലേ? പാവം. ആ, കൊമ്പുള്ളത് കലമാൻ ആണെങ്കിലും അല്ലെങ്കിലും ഞാൻ അതിനങ്ങോട്ട് പേരിട്ടു കലമാൻ. കലമാനും ഇതിന്റെ അപ്പുറത്ത് നമുക്ക് സാധാ മാന്യം കാണാട്ടോ. ആ, ഇടട്ടെ ഫ്രണ്ട്സ് ആണല്ലോ തന്റെ. ഓ, എസി അങ്ങോട്ട് തൊട്ട് സൂചിപ്പിച്ച് നിർത്തിയിരിക്കാണ്. കുടുംബം കംപ്ലീറ്റ് ഉണ്ടല്ലോ. അതാരൊക്കെയാന്ന് വെച്ചാൽ നിങ്ങൾ 4 പേരും. അതെ. എസിയ മതി. എസിയ അത് ഉറങ്ങിയ അവിടെ നിന്നിട്ട് മതി. കൊറേ ചെടികളും സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അതവിടെ ഓറഞ്ചും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഓറഞ്ചിന്റെ മരല്ലേ ഇത്? ഓറഞ്ചാ നാരങ്ങ? ആ, മാതള നാരങ്ങ. മാതളല്ല, ഇത് ഓറഞ്ച് തന്നെയാണ്. ഓറഞ്ച്. ആ, അതെ, അതന്നെ പറഞ്ഞേ. ഇതാ കണ്ടില്ലേ, ഇവിടെയൊക്കെ നന്നായി കാഴ്ചയൊക്കെ ഉണ്ട് കേട്ടോ എല്ലാത്തിന്റെ മുകളിലും. പിന്നെ അവിടെ തെച്ചിപ്പൂവ് കണ്ടു അല്ലേ? തെച്ചി ബോഗൻവില്ല കണ്ടോ? മൃഗങ്ങള് മാത്രല്ല, ചെടികളും ഫ്രൂട്ട്സുകളും എല്ലാ സെറ്റപ്പും ഉണ്ട്. അടിപൊളിയാണത് ഇതിന്റെ ഉള്ളില്. ഏതാ? ആരാ പറഞ്ഞ എന്നോട്? നിങ്ങളുടെ ഇതെടുത്ത് അല്ല, നിങ്ങളുടെ തീട്ടം എടുത്തിട്ട് അത് ഇതിന് വളം എന്നിട്ട് ഇതെടുത്തിട്ട് അവർക്ക് കഴിക്കാനും കൊടുക്കും. എങ്ങനെയുണ്ട്? ബാ അടുത്തേക്ക് പോവാ. അത് പെണ്ണ് ഹൈന് ആണ് ഹൈന് സെപ്പറേറ്റ് ആയി കിടത്തിരിക്കുക. ചിലപ്പോ തുറക്കുമായിരിക്കും എടുക്കുന്നത്. അവളുടെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടെന്ന് ഓപ്പൺ ചെയ്തായിരിക്കും. അതിന്റെ മുകളിൽ ഈച്ച കണ്ടില്ലേ? എന്തത് ഈച്ച കൊണ്ട് പൊതിഞ്ഞിരിക്കട്ടാ. കൂടൊക്കെ ക്ലീനാ, എല്ലാം ക്ലീനാണ്. പക്ഷെ ഈച്ചയും സംഭവങ്ങളും ഉണ്ട്. ഉറങ്ങാൻ പറ്റുന്നില്ല. ആ, ക്യാമൽ. ദാ നമ്മുടെ വാഹനമായ ഒട്ടകം നിരന്ന് നിക്കണു. ഉമാനി ക്യാമലാണോ? ആരാ പറഞ്ഞ? ഓ, ക്യാമലിന്റെ കോലം കണ്ടില്ലേ? എന്താ അതിന്റെ മുകളിൽ നിറച്ച് ഈച്ചയും. എന്താ നോക്കിയേ, എന്തത് ഇത്രയും ഈച്ച? എന്താണത്? എല്ലാം ക്ലീനാണ്. പക്ഷെ ഈച്ച ശല്യം കണ്ടില്ലേ? എല്ലാ മൃഗങ്ങളുടെയും ദേഹത്ത് ഈച്ചകളാട്ടാ. അയ്യോ, ക്യാമറ തിന്നു. അയ്യോ, മുള്ളൻ പന്നി. ബോഡി ഒന്ന് തുടങ്ങാൻ ആ മുള്ളു വന്ന് നമ്മുടെ മേത്തേക്ക് തുറച്ച് കുത്തും, അറ്റാക്ക് ചെയ്യും. പിന്നെ മുടിഞ്ഞ വേദനയാവും. അതതിന്റെ മുള്ളാഞ്ഞു കഴിഞ്ഞേ. ഭയങ്കര ഡേഞ്ചർ. ഉണ്ടല്ലേ മുള്ളൻ പന്നികള് കിടക്കണ്. കൊറേ മുള്ളൻ പന്നികളുണ്ട് കേട്ടോ അതിന്റെ ഉള്ളില്. കണ്ടില്ലേ? മുള്ളൻ പന്നി, മുള്ളുള്ള പന്നി, അതാണ് മുള്ളൻ പന്നി. ഈ ഏരിയ കംപ്ലീറ്റ് ആടുകളാട്ടാ. പല ടൈപ്പ് ആടുകളെ കാണാം അവിടെ. ബേബിയാ. ഇതിന്റെ ഉള്ളിൽ കൊറേ ഭീകരൻ ആടുകളെയും കാണാട്ടോ നമുക്ക്. ഇത് കണ്ടോ? ദാ അവിടെ ഒരു സംഭവം നിക്കണ നോക്കിയേ. അവന്റെ ചെവി കണ്ടാ? എന്ത് ചെവിയാ അത്? ഇതൊരു യമകണ്ഠൻ ആടാണല്ലോ. ഇതൊക്കെ ടൈപ്പാട്ടാ. കണ്ടാ? നീണ്ട ചെവിയുള്ള ആടുകള്.
അതിന്റെ കുട്ടികൾക്കൊക്കെ അതാ അങ്ങനെ തന്നെയാണ് കണ്ടാ. ഇവിടെ തന്നെ എഴുതിയിട്ടില്ലല്ലേ. ഓ, ഈ ചെവി വലുതായിട്ടുള്ള ആടുകള് പാകിസ്ഥാനി ആടുകളാണ് കേട്ടാ. ചെറിയ വാലുള്ള സ്പെഷ്യൽ ടൈപ്പ് ഒരു ആടിനാണ്ടോ. ഇതിന് തലല്ലേ? ആ, തല തിരിച്ചു വെച്ചിരിക്കല്ലേ. എനിക്ക് മനസ്സിലാവുന്നത് വാലിന്റെ അവിടെ അങ്ങനെ ഉണ്ടല്ലേ. ഇത് ഏതോ ഒരു ടൈപ്പ് ആടാണ്, പക്ഷെ ഒന്നും എഴുതി വെച്ചിട്ടില്ല അതിന് എവിടത്തെയാന്നൊന്നും. അവിടെ ഉണ്ടല്ലോ, ബർബറെ പെർച്ച് ഐബിക്. ഈ ബേർഡിനെ ഇട്ടിരിക്കുന്ന ഏരിയ കണ്ടില്ലേ, നമ്മൾ ഒരിക്കൽ അത് കണ്ടുവന്നതാണ്. കണ്ടില്ലേ, ഒരു കാട് പോലത്തെ ഒരു സെറ്റപ്പ് ആക്കിയിട്ടാണ്. നിറച്ച് മരങ്ങള്, അതിന്റെ ഇടയിലാണ് ഈ കൂടുകൾ കംപ്ലീറ്റ് വെച്ചിരിക്കുന്നത്. അപ്പം അവർക്കും ഫുൾ ടൈം തണലാണ്. കണ്ടില്ലേ, നല്ല വലിയ മരങ്ങള്. അടിപൊളിയായി ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണ്ട കേട്ടാ. അതന്നെ വളരെ നല്ലൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇതൊരു മരുഭൂമിയിലാന്നുള്ള കാര്യം കൂടി ആലോചിക്കണം. ഇതൊരു ഇൻഡോറും അല്ല, ഔട്ട്ഡോർ സൂ ആണ്. അവിടെ എന്താ നീ എന്താ പറഞ്ഞേ? എന്താ ഹോഴ്സ് സൗണ്ട് ഒക്കെ ഉണ്ടാക്കണ താൻ പേടിച്ച് ഓടിയല്ലോ. നല്ല അടിപൊളി കുതിരകളാട്ടാ, നല്ല സ്ട്രോങ് ജിൽ കുതിരകളാണ്. കണ്ടില്ലേ, ഇതൊരു ബ്രൗണ്, അവിടെ ഒരു ബ്രൗണ്. എല്ലാ കുതിരയുടെയും വയസ്സോടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന് 12 വയസ്സാണ്. ഓ, ഇത് 25 വയസ്സുള്ള കുതിരയാണ്. പക്ഷെ ഇത് ചെറുതാണല്ലോ. അതിന്റെ അപ്പുറത്ത് തഞ്ഞി ഒരെണ്ണുണ്ട്. ഇതിന്റെ കണ്ണൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇതിന് 8 വയസ്സുള്ള ഒരു കുതിരയാണ് കേട്ടാ. കണ്ടില്ലേ. പിന്നെതാ ഇവിടെ ഈ സംഭവങ്ങൾ എന്താ? ഇത് കുതിരയുടെ കുട്ടികളാ. ഇതാ ബേബീസ്. കുതിരയുടെ കുട്ടിക്ക് എന്താ ചോദിച്ചാ പറയാ? കുതിരയുടെ കുട്ടിക്ക് എന്താ പറയില്ലേ? പോണിയാ. കണ്ടില്ലേ, 3 കുതിരക്കുട്ടികൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ജെസ്സിക്ക് പിന്നെ എന്തിനാ ഉണ്ടാലും അതിനെ പോയി ഒന്ന് തൊടണം, അല്ലെങ്കിൽ ഒരു സമാധാനമല്ല. ജെസ്സിക്ക് പെറ്റ്സിനെ ഏറ്റവും സ്നേഹിക്കണ ഒരു ആളാണ് എസി, അല്ലേ എസിയ? ജെസ്സിക്ക് പെറ്റ് കീപ്പർ ആവാനാ ഇഷ്ടം. നമുക്ക് ഇവിടെ ഒരു ജോലി നോക്കിയാലേ എസിയ? എന്തിനാ നോക്കാനാ വേണ്ടേ? ഹോഴ്സാ. പിന്നെ ഇതിന്റെ ഉള്ളിൽ തന്നെ നമുക്കൊരു വാട്ടർ തീം പാർക്കും കാണാട്ടാ. കണ്ടില്ലേ, മെയിൻ്റെനൻസ് ആന്ന് തോന്നുന്നു. നമ്മള് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പം ഇത് വർക്ക് ചെയ്യണ്ടായിരുന്നു അല്ലേ? കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നില്ലേ? ഇല്ലല്ല, കേറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോ വർക്ക് ചെയ്യണ്ടായിരുന്നു. കണ്ടില്ലേ, ഇപ്രാവശ്യം മെയിൻ്റെനൻസ് ആന്ന് തോന്നുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സൂവിന്റെ ഉള്ളില് താമസിക്കാനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ. പല ടൈപ്പിലുള്ള റൂം ഉണ്ട് ഇവിടെ. മണിക്കൂറിന് വേണമെങ്കിൽ സ്റ്റേ ചെയ്യാം അല്ലേ? അതെ, 5 മണിക്കൂറിന് സ്റ്റേ ചെയ്യാം, 10 മണിക്കൂറിന് സ്റ്റേ ചെയ്യാം, പിന്നെ ഒരു ദിവസത്തിന് സ്റ്റേ ചെയ്യാം. പല പല റേറ്റും ഉണ്ട്. എനിക്ക് തോന്നുന്നു 5 മണിക്കൂറിന് 30 റിയാലാക്കിട്ടാന്ന് തോന്നുന്നു. ഒരു ദിവസം താമസിക്കാൻ വേണ്ടിയിട്ട് 50 റിയാലും. നല്ല റൂമും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. പക്ഷെ ഭക്ഷണം ഇവർ ഇവിടെ പ്രൊവൈഡ് ചെയ്യില്ല, റൂം മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താമസിക്കണമെങ്കിലും ഇവിടെ വന്ന് താമസിക്കാം, ഈ മൃഗങ്ങളെയൊക്കെ കാണാം. അങ്ങനെ നമ്മള് ഈ സൂ ഒരു റൗണ്ട് അടിച്ച് കറങ്ങി തിരിഞ്ഞ് ഇതാ കേറിയോടെ തന്നെ തിരിച്ചെത്തിയിട്ടാ. അയ്യോ, ക്യാമറ പിടിക്കോ. അങ്ങനെ എന്തായാലും ഒരു ദിവസം അടിപൊളിയായി സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സൂ ആണിത്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടാവും. എങ്ങനെ ഉണ്ടായിരുന്നു അച്ചുവേ? തനിക്ക് ഏറ്റവും ഇഷ്ടമായത് എന്താ? സ്നേഹിക്കോ? സൂ ഇഷ്ടമായോ തനിക്ക്? 3 സൂ ഇഷ്ടമായോ തനിക്ക്? ആ, പ്ലേ ഗ്രൗണ്ട് സ്നേഹിക്കുവാ. ഞാൻ എനിക്ക് എന്താ ഇഷ്ടമായേ? എലിയോ? അതാ അപ്പിയൊക്കെ ഇടുണ്ട്. പിന്നെ ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ, ചെറിയ കുട്ടികൾക്ക്. അപ്പൊ ഒരു ദിവസം ഇവിടേക്ക് വന്നാൽ അടിപൊളിയായി ഇവിടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുണ്ട് അല്ലേ? പിള്ളേരെയൊക്കെ ആയിട്ട് രാവിലെ അങ്ങോട്ട് വന്നാ. അതെ, ഇവിടെ സെക്യൂർഡ് ആണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കൊരു ഫുഡ് കോർട്ട് കാണാം. കണ്ടില്ലേ, നല്ല അടിപൊളി ആംബിയൻസ് ഒക്കെ ആട്ടാ. അടിപൊളിയായി ഇവിടെയൊക്കെ ഇരുന്ന് കഴിക്കാം. ഇതാ ഇവിടെ ഇരുന്ന് കഴിക്കാം. അത്യാവശ്യം വിശാലമായ ഒരു ഏരിയ ആണ് ഫുഡ് കോർട്ടിന്റെയും. പൂവച്ചുവേ, എനിക്ക് തോന്നുന്നു ഫുഡ് കോർട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ആൾക്കാരില്ലാത്ത കാരണം. ഈവനിങ് ആവും ചിലപ്പോൾ സജീവാവുക. പിന്നെ ഇന്ന് വീക്ക് ഡേ അല്ലേ, അറിയില്ല. എന്താണെങ്കിലും നമുക്ക് പുറത്തു പോയി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാം. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ മൂസാൽ ബലൂഷയിൽ വന്ന് കയറിയിട്ടാ. നല്ല വിശപ്പുണ്ടായിരുന്നു. അവിടെ നിന്നൊരു ഗ്രിൽ ചിക്കനും പിന്നെ ബിരിയാണി റൈസൊക്കെ പറഞ്ഞു. വേറെ ഒന്നും ഇല്ല, കാരണം ഒരു
സമയം എന്ന് പറഞ്ഞാൽ 4 മണിയായി. ബാക്കിയുള്ള ഐറ്റംസ് ഒന്നും റെഡിയല്ല. ഇനി വൈകുന്നേരം ആവണം എന്തെങ്കിലുമൊക്കെ റെഡിയാവാൻ. അപ്പൊ ഉള്ളത് അങ്ങോട്ട് വാങ്ങാന്ന് വെച്ചു. നല്ല വിശപ്പുണ്ടല്ലേന്ന്. അതാ പറഞ്ഞേ. വീഡിയോ അവസാനിപ്പിക്കാം. എല്ലാരും ഒരു ബൈ പറഞ്ഞേ. AC കിടന്നിട്ടാ കഴിക്കണ. അപ്പൊ അങ്ങനെ. അപ്പൊ എന്താണെങ്കിലും നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ. AC ബൈ. അച്ചു ബൈ. അച്ചു ഒക്കെ ക്ഷീണിച്ചു.